ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പത്തിരിയും ചിക്കൻ കറി ആയി, പിന്നെ കുറച്ച് പച്ചക്കറി ഞങ്ങൾ മിനിയാന്ന് ആശുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ വാങ്ങിന് കേട്ടോ. ഇതൊക്കെ എനിക്ക് വൃത്തിയാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തുന്നുണ്ട്, ചുടണുണ്ട്, അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ വീഡിയോ, അപ്പം നിങ്ങൾ ക്ഷമിക്കുക. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്തിരി കുറച്ച് തോനുണ്ടാക്കിയാണ് അറിയാതെ പൊടി കുറച്ച് ഏറിട്ടോ. അപ്പോൾ നമ്മൾ പൊടി ഏറിയത് ഞാൻ കുറച്ച് പത്തിരി, ബാക്കിയുള്ള പത്തിരി ഇവിടെ എടുത്ത് വെക്കും, ഇത് ഫ്രിഡ്ജിൽ എടുത്തേക്കണം. പിന്നെ അതാ ചോറായി. ഇതാ ഞാൻ ചായക്ക് വെള്ളം വെച്ചതിലാട്ടോ, മറ്റേ പാത്രം വേറെ ഒരാളെടുത്ത് കൊണ്ടുവരണം. പിന്നെ ഇന്നലെ രാത്രി വെച്ചൊക്കെ നെയ്ച്ചോറ് ബാക്കി. നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കണം, ചെമ്മീൻ മുറിച്ചണം. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. പിന്നെ ഇവിടെ ചായ കുടിക്കാതിരിക്കട്ടോ. അപ്പം എനിക്ക് നെയ്ച്ചോറുണ്ടായി ഇന്നത്തെ, എനിക്കത് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ. അപ്പം എനിക്കും അതൊക്കെ തിന്നു, ഞാൻ ഇതും തിന്നു. അപ്പം നമ്മൾ ചോറും ആയിട്ടോ, ഇനി ചോറ് ഊറ്റിയിട്ട് വേണം. എനിക്ക് ഇവിടെ ചെമ്മീൻ മുറിച്ചിട്ടുണ്ട്, ചെമ്മീൻ നന്നാക്കട്ടോ. ചെമ്മീൻ മുറിച്ചതല്ലോ, നന്നാക്കലല്ലേ. ചോറ് ഇത് ചെമ്മീൻ നന്നാക്കുന്നുണ്ട്, ഇതിലേക്ക് ഇടുക നന്നാക്കിയാണ്ട്. ഒക്കെ ഇടേണ്ടി വരുമോ? ഒക്കെ ഇടണ്ട, നല്ല പരിപ്പോലെ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇനി പടവലങ്ങി പരിപ്പും കറി ഉണ്ടാക്കട്ടെ കേട്ടോ. അതാദ്യം പൊരിക്കണം അല്ലേ? പൊരിച്ചാണ്ട് വെക്കണ്ടേ? നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം. യൂട്യൂബിൽ അടിച്ചെടുക്കാൻ ഉണ്ടാക്കാം. അത് കഴിഞ്ഞു ചിക്കൻ കറി അതല്ലേ മതി അല്ലേ? മൂടിയൊക്കെ ചോറുതാ. ഇനി പടവലങ്ങ ഉണ്ടാക്കട്ടെ. പടവലങ്ങി അതിൻ്റെ കുടുക്ക മോറണം. ഹലോ, ഞാൻ ഇന്നത്തെ ദിവസമൊക്കെ കാണിച്ചു തരുന്നത് പടവലങ്ങ പരിപ്പ് കറി, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണേ. ചെമ്മീൻ റോസ്റ്റ്, ചീരപ്പൂരി അല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് രാവിലെ പത്തിരി ചിക്കൻ കറി കഴിച്ചു. ചിക്കൻ ചൂട് വരെ. പിന്നെന്താ, ഇന്നലെ ഞങ്ങൾ ആശുവിൻ്റെ വീട്ടിലൊക്കെ പോയി നേരെ വൈകിയല്ലേ വന്നേ. അപ്പോൾ പടവലങ്ങ എങ്ങനെ വെക്കൽ നിങ്ങൾക്ക് അറിയാം? പടവലങ്ങി പരിപ്പും വെക്കൽ അങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളകും ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി സപ്പൂട്ടിയുടെ അടുത്തേക്ക് ഇറങ്ങണം. തേങ്ങ ഓളെ ഹസ്ബൻഡിനോട് ഇന്നലെ കടയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഇന്നലെ തേങ്ങ കൊണ്ടുവന്നു. 3 തേങ്ങ എടുത്തു. 90 തേങ്ങ ഉണ്ടാവൂലേ? അവരെ കയ്യിൽ എടുക്കാം. ചെമ്മീൻ എത്ര ആയാലും ഉണ്ടാവില്ല അല്ലേ? നന്നാക്കി കഴിഞ്ഞാൽ ഞാനങ്ങനെ എടുത്ത അതിന് ആ വയസ്സിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതൊക്കെ എടുത്തിട്ടുള്ളൂ. ഉണ്ടാവണമെങ്കിൽ കേട്ടോ. എൻ്റെ എത്ര കലച്ച് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ലൈവിലാണ്.
അരി. ഓക്കപ്പേരിക്കണോ ഉണ്ടാക്കണേ. അങ്ങോട്ട് അതാക്കണം കേക്ക് ഉണ്ടാവൂലേ. ഒന്ന് കഴിഞ്ഞോ? ഞാൻ ഉണക്കൽ ഇന്നലെ രാത്രി കഞ്ഞിക്കാൻ ഇഷ്ടം. ഉണക്കൽ ഇന്നലെ വെള്ളത്തിട്ടാണ് ഇതൊക്കെ ഞയ്ക്കിടണം. സപ്പത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ തേങ്ങ അങ്ങനെ കേട്ടോ. ഇല്ല ഞാനെന്താ വെള്ളത്തിൽ പോകുമ്പോൾ ചീരണ്ട് കുറച്ച് ദിവസം വെച്ചാൽ പൊട്ടിച്ച് ഇതാവും. 2 ദിവസം വെച്ചിട്ടുള്ളൂ. അരിയിട്ട് നാരിങ്ങിട്ട് പോവാം. ആരല്ല ഇതിൽ കിട്ടാളി അത് ഇത് വേണം കേട്ടോ. ഒന്നുകൂടി ഉണ്ടാക്കണം. ആവശ്യം ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ. ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ വന്നിട്ടേ പാത്രമൊക്കെ കഴുകി വെക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ചെമ്മീൻ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് കുളിച്ചിട്ടില്ല അല്ല, കുറേ അലക്കാണ്ട്. ഇങ്ങനെ നോക്കിയാൽ പണിയെടുക്കും. കറിയായി. കറിക്ക് തേങ്ങ അരക്കാണ്ട്, കറിവിടാണ്ട്. ചെമ്മീൻ മുറിച്ചണല്ലോ. ഇപ്പം ടൈം എത്ര ആയി അറിയോ? 8 മണിയായി. രാവിലെ 8 മണി കേട്ടോ.
ചെമ്മീൻ മുറിച്ചിരുന്നു. അപ്പം ഞാൻ അത് കഴുകട്ടെ, അത് നമുക്ക് ഫ്രൈ ആക്കി ഉണ്ടാക്കണം. ചീര അരിഞ്ഞിച്ചിരുന്നു, എല്ലാം ശരിയാക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ കുളിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടോ. ഇതുവേയും കഴുകിയാണ്ട് എന്നെ ഫ്രൈ ആക്കി വെക്കട്ടെ. ഇത് ചട്ടിയിലിട്ട് പൊരിച്ചിട്ട് ഫ്രൈ ആക്കി വെക്കാം അല്ലേ? അങ്ങനെയല്ലേ വെക്കല്? പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞോ? രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞോ? നമ്മൾ രാവിലത്തെ ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് പത്തിരിയും ചിക്കൻ കറി ഇനി നമുക്ക് ഇതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നമുക്ക് ഇതാക്കാം, മസാല പറ്റിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരക്കണം, കറിക്ക് തേങ്ങ അരക്കണം. കറിക്ക് തേങ്ങ അരച്ചില്ല. കറിക്ക് തേങ്ങ അരക്കണം, ചീര ഉണ്ടാക്കണം, കറിക്ക് തേങ്ങ അരക്കണം ഒക്കെ വേണം. ഇനി അതും കൂടി കഴിഞ്ഞാൽ ഇതൊന്നും ഞാൻ തുടക്കണില്ല കേട്ടോ. തുടക്കലൊക്കെ ഇന്നലെ കഴിച്ചതാണ്, ഇന്ന് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഏതായാലും ഇല്ല. അലക്കൽ തക്കലൊക്കെ കഴിഞ്ഞു. ഇതും കൂടി കഴിഞ്ഞ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. പിന്നെ എനിക്കൊരു 7 മണിയാകുമ്പോൾ ഇന്ത്യമാൾ പോകണം. ഞാനുണ്ട്, നാസർക്കുണ്ട്, സപ്പുട്ടിയുണ്ട്, സപ്പുട്ടിൻ്റെ പുതിയാപ്പിളൊക്കെ ഉണ്ട്. നമുക്കൊരു ഉണ്ടാക്കാം. അപ്പോൾ ചീര ഉണ്ടാക്കാൻ വേണ്ടി ഇതാ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് ചതച്ചെടുക്കണം കേട്ടോ. ഉപ്പിട്ടിട്ട് കുറച്ച് ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ചീരയൊക്കെ ഇട്ടാണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചീര ഒക്കെ അവിടെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് ഉണ്ടാക്കട്ടോ. അപ്പം നമ്മൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയെടുക്കണം. ഞാൻ പപ്പടം പൊരിച്ചിട്ടെ, പപ്പടം വാങ്ങാനോ. അഞ്ച് പപ്പടം വേണം, 5 പപ്പടം. ഞാൻ ഓയിലല്ല കേട്ടോ പപ്പടം പൊരിച്ചത്, ഓയിൽ വെളിച്ചെണ്ണയിലല്ല. കണ്ടിട്ടല്ലേ പപ്പടം പൊരിച്ചതിൻ്റെ കുറച്ചുകൂടി തേങ്ങ വേണം. കുറച്ചുകൂടി തേങ്ങ ചിരണ്ടേണ്ടി വരുമോ നോക്കട്ടെ കേട്ടോ. വേണ്ട, ഇവിടെ ഉണ്ടല്ലോ. ടൈം 8:15.
പൊരിച്ചിടാൻ നല്ല സുഖമുണ്ട്. നമുക്ക് ചീര വേണം വെക്കട്ടെ. കടുക് ചീര തേങ്ങയൊക്കെ ഇടാ കടുക് വെച്ചിട്ടാ. എടുക്കണം അപ്പം കപ്പളാണ് മോര് ഇഷ്ടമായി. നമുക്ക് ഇവിടെ പാത്രങ്ങൾ ഒരുപാട് അങ്ങോട്ട് വരുന്നത് കളിക്കില്ല. എടുക്കണം അപ്പം കപ്പളേ മോര് വെക്കാം. അപ്പോൾ പിന്നെ പാത്രം എല്ലാവരും ഉണ്ടാവില്ല. നമുക്ക് കറിക്ക് തേങ്ങ അരക്കാണ്ട് കേട്ടോ. അരക്കട്ടെ. കറിക്ക് തേങ്ങ അരക്കണ്ടേ? പടവലങ്ങി പരിപ്പോ കറി ഉണ്ടാക്കി. ഞാൻ ചീരയൊക്കെ അരച്ചതേന്. ചീരക്ക് തേങ്ങ വേണ്ട തോന്നി. ഞാൻ ഇതിലേക്കാക്കട്ടെ. അടുത്ത പാത്രം അപ്പം കപ്പളി മോറി ഇട്ടാൽ നമുക്ക് പണി കുറവ്. എല്ലാ പണിയും കഴിഞ്ഞു. അപ്പൊക്കെ മുത്താരൊക്കെ ഉണ്ട്. പിന്നെ ചൂടാക്കണം, കുടിക്കണം. അപ്പം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. പിന്നെ ഞാൻ കറി വറവിടാണ്. കറിയും കൂടി വറവിട്ട് കുറേ വീട് പണിയൊക്കെ കഴിഞ്ഞു. കരിവേപ്പിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതേന്. ഇപ്പം കഴുകിയാണ്ട് ഇരിക്കാണ്ട് ഇടണം. ഞാൻ കഴുകി ഒന്ന് കാറ്റ് ഒളിച്ചാണ്ട് വേണം ഇതാക്കും. ഒറ്റൽമുളക് വൃത്തി.
ചീര റെഡിയായി, കറി റെഡിയായി. ഫ്രൈയും കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ. വറവിടട്ടെ, മുളകും ചെയ്തു. സൂപ്പർ, ഞാനെന്നെ സൂപ്പർ അറിയാം. ഞാനൊന്ന് തിളച്ചിട്ട് നമുക്ക് വാങ്ങിയിട്ട് കേട്ടോ. നമുക്കിതൊക്കെ മോറി വെക്കണം, കഴുകി വെക്കട്ടെ. ചീര റെഡിയായി. ചീര റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ആയതായാലും അങ്ങോട്ട് ഇട്ടാക്കട്ടെ കേട്ടോ. നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം, ചിക്കൻ ഫ്രൈ. ഈ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് പൊടിച്ചിട്ട ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി ഇവിടെ ഉണ്ടെന്ന് വെച്ച് ഇത്രേ ഉള്ളൂ. എനിക്ക് രണ്ടാക്കത്ത് മാത്രമേ അല്ലേ. ഫ്രൈ ഉണ്ടാക്കട്ടോ. ഏത് ചെമ്മീൻ്റെ ഫ്രൈ ഉണ്ടാക്കാണ്. അതിനിടയിൽ കൂടി എനിക്കൊരു പണിയുണ്ട്. ഞാൻ നല്ല നിലമ്പൂരിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഓൾ കരിയേപ്പ് തന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഇതേപോലത്തെ പാത്രത്തിൽ മൂടിയിടണം. ഇനി ഓളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഓളെ ഇനി ഉളക്കൽ വരാറുണ്ട്. അങ്ങനെ പോയാണ്ട് എപ്പോഴെത്തിയാണ് രാവിലെ എട്ടക്ക് ഇവിടെ നിറങ്ങിയിട്ട് അവിടെ ഒരു 11 മണിയൊക്കെ ആയിട്ട് 11 മണി കൊണ്ട് മുന്നെത്തി. പിന്നെ അങ്ങ് പല സ്ഥലത്തേക്കും പോയിപ്പം രാത്രി എത്തി. ഫുഡ് കളർ കൂടി ചേർത്തിട്ട് ഞാൻ ഈ ഉള്ളിയിലേക്ക് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം.
നമുക്കിതുപോലെ ഊരിയാണ്ടേ കരിയേപ്പിലേക്ക് ഇട്ടിട്ടാലേ ഒന്നും ആവില്ല, കുറേ ദിവസം നിൽക്കും. ഞാനിനി അതിനുള്ള പുറപ്പാടാ. ഇത് കരിയേപ്പിൻ്റെ കേട്ടോ. നമ്മളിത് മുരിങ്ങ നീരി മുരിങ്ങ താൻ അതിലാക്കി അതൊക്കെ ഫ്രിഡ്ജിലേക്ക് അങ്ങനെയാണ് കൊണ്ടുപോയിക്കും. അമ്മ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കിയത് ഇനി ഫുള്ള് കച്ചറായിട്ട് കിടക്കുക കേട്ടോ. കണ്ടല്ലേ, കച്ചറായിട്ട് കിടക്കുക. ഒക്കെ ഇനി ഒന്ന് വൃത്തിയാക്കി. അപ്പം ഇന്നിപ്പോൾ 1:27 ആയിട്ടോ. 1:30 ആയി ടൈം. ഇത് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി നാളെ നോക്കിയാൽ മതി ഞങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഉണ്ടാക്കലാണ്. പിന്നെ ഇനിയുള്ളത് 4 മണിക്കൊരു ജ്യൂസോ ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. കുറച്ചതി ഞാൻ കുറച്ചത്തെ ചോറുന്ന് ആ ചിക്കൻ കറിയും കൂട്ടിയുണ്ട്. ഇന്ത്യക്ക് ഇടല്ലേ മാറ്റി ഞാൻ തിന്നൂലട്ടേക്കോ. ഇതൊക്കെ കഴിഞ്ഞിട്ടോ. അത് വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചാൽ. ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. അടുക്കളയിൽ ഇതിങ്ങനെയാണ് കേട്ടോ. അടുക്കള ഇങ്ങനെയാണ് കേട്ടില്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ സർഫ്, ചാക്കോള, ചൂല്, കവറുകളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ അരിയും സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കുറേയൊക്കെ ഇവിടെയും കത്തിക്കും. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇപ്പോൾ 10:20 എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഇനി ഞാൻ ലൈവ് വീഡിയോ കിടന്നിറങ്ങിയൊക്കെ ചെയ്യും. ഇപ്പം 4:30 ആയിട്ടോ ടൈം. വൈകുന്നേരം ചായ ഉണ്ടാക്കാം. ഇനി നാളെ അച്ഛനാ തൊണ്ടവേദന എടുക്കുന്നത്. എനിക്ക് തണുപ്പ് ഇങ്ങനെ കുടിച്ചിട്ട് ചായ ഉണ്ടാക്കി. ചായ പഴം പീങ്ങോ? പഴം പീങ്ങണ്ടല്ലോ. ഇപ്പം എങ്ങനെ ഒന്ന് പൊട്ടിയിടുന്നില്ലേ? ഇത് പോയിക്കണോ? പിന്നെ അതാവൂലേ പൊട്ടില്ല. എത്ര വേണം? നമുക്ക് പഴമുണ്ട്. ഇത് മാങ്ങണ്ടാ. പഴുത്ത മാങ്ങ മാമ്പഴ നാരങ്ങ വെക്കുകയാണ്. അവിടെ ഇരുന്ന് തിന്നാം. മാമ്പഴ നാരങ്ങ വെക്കുകയാണ്. മാങ്ങ തെറ്റിക്കാണ്, മധുരം വയ്ക്കാണ്. ഇത് തണുപ്പ് ഒന്ന് ഇതായിക്കോട്ടെ. ചായതായിട്ടായിട്ട് പിന്നെ ഇത് മുത്താറി ക്ലിയറാക്കട്ടെ കേട്ടോ. ഇതെന്താ ഞങ്ങൾക്ക് അറിയോ? ഇതാണ് മുത്താറി. ഇതാണ് ഞാൻ കുടിച്ചത്. ആ പാലുണ്ട്. പാല് വെച്ചേക്കണം, നല്ല ടേസ്റ്റ് വരും. നമ്മളെ പാല് വരെ ഐസും കട്ടായിരുന്നു. മധുരം വയ്ക്കാന് അപ്പൊ സപ്പൂസ് പോയിട്ടുണ്ടാവൂല അപ്പൊ അല്ലേ. മിനിറ്റ് ഞാൻ വെറുതെ ഉണ്ടാക്കി. ഇത്ര തോന്നെ ഉണ്ടാക്കേണ്ടില്ലേ? ഞാൻ നിങ്ങളും കുടിച്ചേക്കും. നിങ്ങൾ കുടിച്ചൂല? പാല് വെച്ചാൽ കുടിച്ചൂല? ഇത് നമ്മൾ ചെമ്മീൻക്ക് വാങ്ങിയതാ. മാങ്ങ കേട്ടോ, നല്ല അടിപൊളി മാങ്ങ. നല്ല പൊളിയുണ്ട്.
ചായക്കായിട്ടുള്ളത്. പിന്നെ പഴമുണ്ട്, മാങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ 4 മണിൻ്റെ കൂടി കഴിഞ്ഞു. പിന്നെ ഇത് മുത്താറി, എനിക്ക് മുത്താറി ഉണ്ടാക്കും കേട്ടോ. ഇത് പാല് കട്ടിയായിരുന്നു. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് കുടിക്കണം. 4 മണിയാകുമ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ കുടിക്കല്. പിന്നെ രാത്രി ഒരു ഗ്ലാസ്സും കുടിക്കും, 4 മണിക്ക് ഒരു ഗ്ലാസ്സും കുടിക്കും. അങ്ങനെ ഇത് ശർക്കര ഇട്ടുണ്ടാക്കിയ കേട്ടോ. ഇത് മുത്താറി കേട്ടോ, 4 മണിക്കുള്ള ചായക്കാരൊക്കെ. കട്ടൻ ചായ ഉണ്ട്, കുടിച്ച്. എനിക്ക് മുട്ട, പഴം, ഇതൊക്കെ തന്നെ 4 മണിക്കില്ല ഞങ്ങൾക്കില്ല ഓരോ കാര്യങ്ങൾ. ഇവിടെയാണ് കേട്ടോ, വേവായിട്ടില്ല, അത് വേവട്ടെ. ചായ 4 മണിക്കില്ലത് കേട്ടോ, മാങ്ങ, പഴം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരവും ഫുഡ് ഉണ്ടാക്കും. പിന്നെ തുടക്കൽ, കുളിക്കൽ, അലക്കൽ, ഇത്രയേ ഉള്ളൂ എനിക്കില്ല പണി കേട്ടോ. നിസ്കാരമൊക്കെ തന്നെയുള്ളൂ, അല്ലാതെ വേറെ ഓവറായിട്ടുള്ള ജോലിയൊന്നും എനിക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാങ്ങ നല്ല മധുരം ഉണ്ടെന്നാൽ കുറച്ച് പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പം കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ, ക്ഷമിക്കണം എല്ലാവരും.